ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കൂന്തൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂന്തൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കൂന്തൾ എടുക്കുക, എന്നിട്ട് ഈ തലയുടെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ വലിക്കുക. അപ്പോൾ ഈ തലയുടെ ഭാഗം നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിങ്ങോട്ട് ഒരു വിരൽ വെച്ചിട്ടുണ്ട് വലിച്ചെടുത്താൽ കിട്ടും. പിന്നെ ഈ പുറത്തെ തൊലി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നീക്കിയാൽ പോരും, പെട്ടെന്ന് തന്നെ നമുക്ക് പോന്ന് കിട്ടും. ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. ഇനി നമുക്ക് തലയുടെ ഭാഗം ക്ലീൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത തല എടുത്തിട്ട് ഇവിടെ ഒരു മഷി പോലത്തെ സാധനം ഉണ്ട്, അതങ്ങോട്ട് അറ്റത്ത് പിടിച്ചിട്ട് വലിച്ച് കളയുക. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ കറുത്ത കളറാവും കൈയും വെള്ളവും എല്ലാനും. അപ്പോൾ പൊട്ടാതെ അറ്റത്ത് പിടിച്ചിട്ട് വലിക്കുക. പിന്നെ അതേ ഇവിടെ ഈ തലയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കിട്ടും, അതാണ്ട് കളയുക. പിന്നെ ഈ തലയുടെ അവിടെയുള്ള തൊലിയും ഇതേപോലെ നമ്മൾ മറ്റേ ഉലിച്ച പോലെ തന്നെ ഇതങ്ങോട്ട് ഒലിച്ച് കളയുക. ഇനി ഇതിൻ്റെ കണ്ണ് ഇതേപോലെ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ പോരും. അപ്പോൾ ഇങ്ങനെയാണ് കൂന്തൾ ഞാൻ നന്നാക്കാറുള്ളത്. ആദ്യം തല പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അതിന് ശേഷം ആ കറുത്ത കളർ കാണുന്നതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് വലിക്കുമ്പോൾ ആ മഷി മുഴുവനായിട്ടും ഇങ്ങോട്ട് പോരും, പൊട്ടാതെ. പിന്നെ നമുക്ക് ഈ തൊലി കളഞ്ഞു കൊടുക്കുക. അതിന് ശേഷം കണ്ണ് കളയാം. ഇതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങളെങ്ങനെയാണ് ചെയ്യണത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ആ ചില്ല് പോലത്തെ സാധനങ്ങൾ വലിച്ചെടുത്തിട്ട് പുറത്ത് തൊലി കളയുക. ഇത്രേ ഉള്ളൂ കൂന്തൾ നന്നാക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും ഞാൻ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. ഞാനിങ്ങനെ റൗണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്യാറ്. ഉള്ളിലത്തെ അഴുക്കൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, വിരൽ വെച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ പോകും. പിന്നെ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ആണെങ്കിലും നമുക്ക് പീസാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചാനലിൽ കയറി നോക്കിയാൽ മാത്രമേ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പറയണത്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു നല്ല ടിപ്പായിട്ട് കാണാം. താങ്ക് യു.